ഇന്ന് നമുക്ക് നല്ല തേങ്ങയൊക്കെ ഇട്ട് വെച്ചൊരു കണവത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. ഞാനിവിടെ ആവശ്യത്തിന് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുകാണ് ചേർക്കേണ്ടിയിരുന്നത്, അത് മാറിപ്പോയി. ഫസ്റ്റ് നമുക്ക് കടുക് ചേർക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സവാളയും ഒരു 20 കൊച്ചുള്ളിയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കാനുണ്ട്. അത് മറന്നു പോയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ചേർത്തത്. നിങ്ങൾ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് നേരമൊന്നും നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാകും. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ നോർമൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റൊക്കെ മാറുമ്പോൾ തന്നെ അതിൻ്റെ മണം മാറിക്കോളും. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. അതും പച്ചമണം മാറുന്നതുവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് കണവ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ കണവ വെന്ത് കിട്ടും. കണവ പാതി കുക്കായതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കണവയ്ക്ക് നമുക്ക് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ചോറിനോടൊപ്പം സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്.